വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മണ്ണിൽ ഇന്ന് മൂന്നാം ദിവസം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെ തന്നെ പല വേദികളും ഉണർന്നു. 9 മണിക്ക് തന്നെ ചില വേദികളിലെല്ലാം മത്സരങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. ഇന്നും ഏറെ വൈകിയും കലാ മത്സരങ്ങൾ നടക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും പല വേദിയിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ തീരാനുണ്ട്. ഏകദേശം 8 മണിയോട് കൂടി ആയിട്ടും പരിപാടികളൊന്നും തീരാത്ത വേദികൾ ഇപ്പോഴുമുണ്ട്. ഇനിയും ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം ഉൾപ്പെടെ എല്ലാം നടക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വേദികൾ ഇനിയും ഉണരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വേദികളിൽ ഇനിയും മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇന്നും ഏറെ വൈകി തന്നെയായിരിക്കും കലോത്സവങ്ങൾ അവസാനിക്കുക. എന്നിരുന്നാലും കാലാവസ്ഥ അനുകൂലമായതൊരു പ്രധാന ഘടകം തന്നെയാണ്. ഇന്ന് കലോത്സവ നഗരിയിൽ എവിടെയും മഴ പെയ്തില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായതിനാൽ തന്നെ മത്സരങ്ങൾ കൃത്യമായി നടത്താൻ സംഘാടകർക്കായി. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രധാനമായുള്ള സംഘനൃത്തം, അറബനമുട്ട്, ദഫ്മുട്ട്, കോൽക്കളി തുടങ്ങിയ ജനകീയ മത്സരങ്ങളെല്ലാം ഇന്ന് നടക്കുന്നതിനാൽ വൻ ജനത്തിരക്ക് തന്നെയാണ് കലോത്സവ നഗരിയിൽ ഇന്നത്തെ ദിവസം കാണാനായിരുന്നത്. ഇനി നാളത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നാളെ UP വിഭാഗം ഒപ്പനയുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയും നടക്കുന്നു. അതുപോലെ തന്നെ മത്സരങ്ങളിൽ ഇന്ന് നാളെ ചവിട്ട് നാടകം നടക്കുന്നു, മംഗളങ്ങളി നടക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ കലോത്സവം മുതൽ, കഴിഞ്ഞ അധ്യയന വർഷം മുതൽ പുതുതായി ആരംഭിച്ച മത്സര ഇനങ്ങളായ പണിയ നൃത്തം, ഇരുള നൃത്തം, അതുപോലെ മലയപ്പുലയാട്ടം തുടങ്ങിയ പ്രധാനപ്പെട്ട, അതായത് പുതുതായി വന്ന കലാരൂപങ്ങളുടെ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ആരംഭിച്ച കലാരൂപങ്ങളുടെ മത്സരങ്ങളും നാളെ നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇരുള നൃത്തം, പണിയ നൃത്തം, മലയപ്പുലയാട്ടം. ഇത് ഏറെ ആവശ്യങ്ങൾക്ക്, ഒരു ഭാഗം ആളുകളുടെ ഏറെ ആവശ്യങ്ങൾക്കൊടുവിലാണ് ഈ ഒരു കലാരൂപം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും അത് കലോത്സവത്തിൽ ഒരു പ്രധാന ഇനമായി എത്തിക്കുകയും ചെയ്ത് അതിന്റെ ഒരു മത്സരം കൂടിയുണ്ട് എന്നുള്ളത് തന്നെ പ്രത്യേകതയാണ്. അത് കാണാനും നിരവധി ആളുകൾ എത്തും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് സംശയമില്ല. അതുപോലെ തന്നെ തിരുവാതിരക്കളി തുടങ്ങി മാർഗം കളി തുടങ്ങിയ ജനകീയ മത്സരങ്ങളും നാളെ നടക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റൽ, അതായത് വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള മത്സരങ്ങൾ, അതായത് വയലിൻ, അതുപോലെ തന്നെ ഓടക്കുഴൽ, ഗിറ്റാർ, ക്ലാർനെറ്റ് തുടങ്ങിയ മത്സരങ്ങളും, അതുപോലെ സംഘഗാനം ഉൾപ്പെടെയുള്ള ഇത് നടക്കുന്നു. അതുപോലെ തന്നെ മോണോ ആക്ട് നടക്കുന്നു, മിമിക്രി നടക്കുന്നു, പദ്യം ചൊല്ലലുണ്ട്, അതുപോലെ അഭിനയ ഗാനമുണ്ട്, പ്രസംഗം തുടങ്ങിയ മറ്റു മത്സരങ്ങളും നാളെ നടക്കുന്നുണ്ട്. നാളെ അവസാന ദിവസം കൂടിയാണ്. ഏകദേശം വണ്ടൂർ ഉപജില്ലയിലെ 300-ൽ പരം സ്കൂളുകളിൽ നിന്നായി 5000-ലധികം മത്സരാർത്ഥികളാണ് ഈ 4 ദിവസമായി നടക്കുന്ന കലാമേളയിൽ മാറ്റിവെക്കുന്നത്. അതോടൊപ്പം തന്നെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അവരോ കൂടെ വരുന്ന രക്ഷിതാക്കൾ, മത്സരം കാണാനെത്തുന്നവർ, എത്തിക്കുന്നവർ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു 4 ദിവസമായി നടക്കുന്ന കലാമേളയിൽ പങ്കെടുക്കാൻ സംബന്ധിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെയും പ്രകൃതി അനുകൂലമാവുകയാണെങ്കിൽ, മഴയില്ലാതെ പ്രകൃതി അനുകൂലമാവുകയാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെ ആ മത്സരങ്ങൾ നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ നാളെയാണ് കുട്ടികളുടെ ഇത്രയും കാലത്തൊക്കെ ഒരു കഠിന പരിശ്രമത്തിനുള്ള ഒരു ഫലം കൂടി നാളെ ലഭിക്കും. കാരണം നാളെയാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഓവറോൾ ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾക്ക് ട്രോഫികളും അവരുടെ പോയിന്റ് നിലകളെല്ലാം ഫൈനലായി നാളെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ ആരായിരിക്കും വണ്ടൂർ ഉപജില്ലയുടെ ചാമ്പ്യൻ എന്ന് അറിയുന്നതും നാളെ തന്നെയാണ്. സമാപന ദിവസമായ നാളെ അതിനുള്ള ഒരു കാത്തിരിപ്പ് കൂടി നാളെ ഉണ്ടാവും. ഏതായാലും നാളെ ഏകദേശം ആവേശം നിറഞ്ഞ ഈ ഒരു കലോത്സവ നഗരിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും. കരുവാരക്കുണ്ടിൽ നിന്നല്ല, സമീപ പഞ്ചായത്തുകളിൽ നിന്നടക്കം കാണികളടക്കം ഈ പഞ്ചായത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. നാളെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇവിടുത്തെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ സംഭവങ്ങളും കാഴ്ചകളെല്ലാം നിങ്ങളിലേക്കും കൃത്യമായി എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം സ്വന്തം വാർത്തകൾക്ക് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും മുഹമ്മദ് മൻസൂർ.